ഹലോ ഗൈസ്, ബിഗ് ബോസ് പറഞ്ഞത് കറക്റ്റാണ്. അനുമോൾ ഭയങ്കര പണ്ടത്തരാണ് ടാസ്ക് കാണിച്ചത്. ശരിക്കും ആ ഗെയിം നന്നായിട്ട് ചിന്തിച്ച് കളിക്കായിരുന്നു. അനീഷ് അവിടെ പറഞ്ഞ പോയിൻ്റൊക്കെ കറക്റ്റാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ നാട്ടിൽ ഒരു ഫാക്ടറി ഉണ്ടാവില്ല, ഈ രാജ്യത്തൊന്നും ഉണ്ടാവില്ല. കറക്റ്റാണ് അനീഷ് പറഞ്ഞത്. ഇതുപോലത്തെ ചെക്കിങ് ഇൻസ്പെക്ടർ ആണെങ്കിൽ ഒന്നും നടക്കൂല. ശരിക്കും അത് ചിന്തിച്ചിട്ട് അവരെ ഇത് വാങ്ങേണ്ടിയിരുന്നു ജ്യൂസ്. എന്നിട്ട് ഓണർമാർക്ക് കോയിൻ കിട്ടണമായിരുന്നു. എന്നിട്ട് അവരത് കൊടുക്കട്ടെ. ഇനിയിപ്പോൾ രണ്ടാൾക്കാർക്ക് സെയിം ഒക്കെ ആണെങ്കിൽ കിട്ടട്ടെ. എന്നാലും അതിൽ ഒരാൾ നോമിനേഷൻ ഫ്രീ ആവുന്നത് എന്താ ഇപ്പോൾ അതിന് പ്രശ്നം? ഒരാളായിക്കോട്ടെ, ആരെങ്കിലും ഒരാൾ. അതുപോലെ തന്നെ കോയിൻസും കിട്ടുമല്ലോ. കോയിൻ കുറേ കിട്ടുമായിരുന്നു, അപ്പോൾ ഫുഡ് എടുക്കാൻ പറ്റുമായിരുന്നു. അല്ലാണ്ട് ഈ അനുമോള് നേരെ വാ നേരെ പോകാമെന്നും പറഞ്ഞിട്ട് ആ ഒരു വഴി മാത്രം ചിന്തിച്ചിട്ട് കളി കളിച്ചാൽ ഒന്നും ആവില്ല. അതല്ല ഗെയിം. അനുമോൾക്ക് ഈ മൈൻഡ് ഗെയിമും ഫിസിക്കൽ ടാസ്കും ഒന്നും പറ്റൂല. കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള ഗെയിമുകളൊക്കെ പറ്റുന്നുണ്ടാവും. ഇതുവരെ ഒരു ടാസ്ക് വിൻ ചെയ്തിട്ട് കണ്ടിട്ടില്ല. ഇന്നലെ അക്ബറിൻ്റെയും ആര്യൻ്റെയും കൂടെ കൂടി ആ ഒരു ഗെയിമിൽ അതിൽ മാത്രം വിൻ ചെയ്തിട്ടുണ്ട്. വേറെ ഏത് ഗെയിമിലും ടാസ്കിലാണ് അനുമോൾ വിൻ ചെയ്തത്? ശരിക്കും അനുമോൾ ഒരു നല്ല ഗെയിമറൊന്നും അല്ല, പക്ഷെ പേഴ്സണൽ വോട്ട് കൊണ്ട് ഇങ്ങനെ അടിച്ചു കയറി പോവുക. ആ ടാസ്ക് ഇന്നലെ ഒരു ടാസ്ക് കൊളാക്കിയതിൻ്റെ മുഖ്യ കാരണം അനുമോൾ തന്നെയാണ്. അതിലൊരു സംശയമില്ല. ലാലേട്ടൻ ഇനി സാറ്റർഡേ വരുമ്പം പറഞ്ഞു കൊടുത്തോളും അതെങ്ങനെയായിരുന്നു കളിക്കേണ്ടിയിരുന്നതെന്ന്. ഇപ്പോൾ കോയിൻ ആർക്കെങ്കിലുമൊക്കെ കിട്ടിക്കോട്ടെ, അതിനെന്താ? ഇനിയിപ്പോൾ അതിൽ കൂടുതലുള്ള ആൾക്കാർക്ക് ഒരാൾക്ക് നോമിനേഷൻ ഫ്രീ ആയിക്കോട്ടെ, അതിനും കുഴപ്പമില്ലല്ലോ. അപ്പോൾ ടാസ്കും നടന്നു, ഫുഡ് കിട്ടാനുള്ള കോയിൻസ് കിട്ടും. അങ്ങനെയൊക്കെ ചിന്തിച്ചുകൂടായിരുന്നോ? ഇതിപ്പോഴും ഞാൻ കളിച്ചത് ശരിയെന്നും പറഞ്ഞിരിക്കുക. അനീഷ് അതിൽ ഇന്നലെ കുറേ പോയിന്റ്സ് പറയുന്നുണ്ട്, അതൊക്കെ ശരിക്കും കറക്റ്റാണ്. ഈ റോളൊക്കെ അവിടുത്തെ വേറെ ആർക്കെങ്കിലും കൊടുക്കണമായിരുന്നു. അവർ നല്ല സൂപ്പറാക്കുമായിരുന്നു.